ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന നമ്മുടെ ടേബിളൊന്ന് സെറ്റ് ചെയ്താലോ. കുറേ ആയി നമ്മൾ മറ്റേ ഫെദറിൻ്റെ ഒരു ടേബിൾ ഷീറ്റ് പോലത്തെ അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യണ്ടായിരുന്ന വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് ഇനി നമുക്കൊന്ന് നമ്മൾ വാൾപേപ്പറൊക്കെ ആയിട്ട് ഒട്ടിക്കുന്ന പോലത്തെ പ്ലെയിൻ ആയിട്ടില്ലേ, അങ്ങനത്തെ ഒന്ന് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മീഷോയിൽ നോക്കിയപ്പോൾ വലിയ റേറ്റും ഒന്നും കണ്ടില്ല. അപ്പോൾ ഒന്ന് നോക്കിയതാ കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ മേശ ഒന്ന് സെറ്റാക്കാമെന്ന് വെച്ചു. പക്ഷേ ഇത് പഴയ മേശയുണ്ട്, കുറേ കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ, കാരണം ഫസ്റ്റ് ടൈമാണ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയ, കാരണം മേശയുടെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടിയിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് എങ്ങനെ സെറ്റ് ചെയ്തു എന്ന്. പിന്നെ മീഷോന്ന് 1-2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വേറെ ഒന്നുമല്ല, ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിചാരിക്കണം ഈ കളേഴ്സ്, മിക്സഡ് കളേഴ്സ് ആയിട്ടുള്ള കുറച്ച് ക്ലേ മേടിക്കണമെന്ന്. നന്നായി ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൽ കുറച്ച് ടൂൾസൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്തപ്പോൾ ചെറിയ എന്തോ ഓയിൽ പോലെ ഉണ്ടായിരുന്നു പുറത്ത്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ച് പൈപ്പ് ക്ലീനേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് നമ്മൾ ഇൻസ്റ്റ തുറന്നാലും എന്ത് തുറന്നാലും ഈ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണല്ലോ. അപ്പോൾ ഒരു കൗതുകം കൊണ്ട് മേടിച്ചതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്ത് നോക്കി. നന്നായി ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. 200 എണ്ണമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിരുന്നു എണ്ണി നോക്കി. അപ്പോൾ നമുക്ക് 200 എണ്ണം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കളേഴ്സ് 20 എണ്ണം വെച്ചിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുണ്ടായിരുന്നത് കുറച്ച് എയർ ഡ്രൈ ആയിട്ടുള്ള ക്ലേ ആയിരുന്നു. അപ്പോൾ ഈ നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഹാർഡൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലേ ആവും കുറച്ചും കൂടി നല്ലത്. നമ്മൾ കളേഴ്സുള്ള ക്ലേ എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി നോക്കണം. ഞാൻ കുറച്ചൊന്നും എടുത്ത് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ അടുത്തായിരുന്നു ഞാൻ കുറച്ചായി എൻ്റെ റിംഗ് ലൈറ്റ് നാശമായിട്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു റിംഗ് ലൈറ്റ് വേണമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കേണ്ടായിരുന്നത്. ഇത് പക്ഷേ നല്ലതാണ് കേട്ടോ. ചെറുതാണെങ്കിൽ നമുക്ക് 3 തരത്തിൽ ബ്രൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. യൂസ് ചെയ്തൊക്കെ നോക്കി